ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിന്റെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവം തമ്പുരാൻ ഒരു പ്രാവശ്യം കൂടി വന്നു ചേരുവാൻ നമ്മെ അനുവദിച്ചു. പ്രത്യേകിച്ച് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന പെന്തക്കോസ്തി കൊണ്ടാടുന്ന ഈ സമയത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തെ സ്തുതിക്കാനായിട്ട്, ആദ്യോടന്തം പരിശുദ്ധാത്മാവെ നയിക്കണമെന്ന് അപേക്ഷിക്കാനായിട്ട് ഓപ്പണിംഗ് പ്രയർ നടത്തുവാൻ ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയേൽ അച്ഛനോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം തന്നെ ആമീൻ. തന്റെ മഹത്വം കൊണ്ട് ആകാശം പുറയ്ക്ക് വരവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങളുടെ വിശാനാദേവമാർത്താന്റെ നാമത്തിൽ വന്ദനം വരുവാനിക്കാൻ വാഴ്ത്തപ്പെട്ടവനാദരയും സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശ്രേഖണ്ഡ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, പാവളാണ്ട് ആരോട് കരുണ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാം പരിശുദ്ധമാപ്പെടണമേ, എൻ്റെ രാജ്യം വരണമേ, എൻ്റെ സ്രോതത്തിലെ പല ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ച പോലെ ഞടങ്ങളും പാട് ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, പിന്നെയോന്മട്ടം ഇഷ്ടമേ. എന്തുണ്ടെന്നാൽ രാജ്യശക്തിയും മാത്രം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് നിസ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരവരമാണ് കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള വലിയ മർത്തറിയമേ എമ്പുരാന്റെ അമ്മേ, പാവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും വന്ന സമയത്തും ദൈവതമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമീൻ. കരുണാസമ്പന്നാദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഞങ്ങളുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കണമേ. വായന ശുശ്രൂഷിക്കുവാനിരിക്കുന്ന പ്രിയ അച്ഛനെ നിരസനം സമർപ്പിക്കുന്നു. ഞങ്ങളേവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആയത് ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധമായി ഇപ്പോഴെപ്പോഴും നീക്ക് സ്തുതിപ്പാനായിട്ട് തന്നെ. ആമീൻ. ദൈവത്തിന്റെ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ യുവാനിയോസ് തിരുമേനിക്കും വന്യ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം പറയുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഹ്യൂസ്റ്റൺ റീജിയൻ ആണ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥനയിൽ അർപ്പിച്ചതുപോലെ ധ്യാനപ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട സ്ലീബ ജോൺ അച്ഛനെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഹ്യൂസ്റ്റണിൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്ന ചർച്ചസിനെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ഡെയ്സി ജോർജ് പാട്ട് പാടുന്നതായിരിക്കും. കേൾക്കാമോ ആന്റി? വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യൻ തൻ നാഥന്റെ കരരുത്.
മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. താങ്ക് യു. പ്രിയപ്പെട്ട ഡെയ്സി ജോർജ് എന്നോടൊപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാകുന്നു. അനുഗ്രഹിക്കണേ കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. റിനി ജോണിനെ, പ്രിയ സക്കറിയായി, അതുപോലെ ബഹുമാനപ്പെട്ട ജോർദാനിൽ അച്ഛനോടൊപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിച്ചു. ലോകമെമ്പാടുമുള്ള മക്കളെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒന്ന് തിരുമേനി പ്രാർത്ഥന ജോയിൻ ചെയ്തിട്ടുണ്ടോ? തിരുമേനി പ്രാർത്ഥന നടത്തുമോ? ഗുഡ് മോർണിംഗ് ജോൻ. ഇത് കൗമയാണോ അതോ പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയാണ് തിരുമേനി. പ്രാർത്ഥന. പിതാവിനും പുത്രനും പരിശുദ്ധായിക്ക് സ്തുതി, ആദിവർ എന്നേക്കും തന്നെ ആമേൻ. കാരുണ്യവാനും സ്നേഹവാനുമാകുന്ന സ്വർഗപിതാവേ, ഒരു പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുന്നേശനാഥ, അങ്ങയുടെ പുനരുത്ഥാനം ഞങ്ങളുടെ പ്രത്യാശയും ധൈര്യമാണ്. അങ്ങ് നൽകിയ സമാധാനമാണ് ഞങ്ങളുടെ ആശ്രയം. അങ്ങനെയുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ പ്രത്യാശയും ധൈര്യവും സങ്കേതവും ബലവും കോട്ടയും. അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തു, ഭയപ്പെടേണ്ട, ഞങ്ങളുടെ സമാധാനവും ശാന്തിയുമാകുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രത്യാശയും ധൈര്യവുമാകുന്ന ദൈവമേ. ലോകം അനവധിതമായ പ്രയാസങ്ങളോട് കടന്നു പോകുന്ന കാലഘട്ടം, അങ്ങയുടെ സമാധാനവും ശാന്തിയും ലോകത്തിന് നൽകണമേ. അങ്ങയുടെ പ്രത്യാശയിൽ ജീവിപ്പാൻ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടിവരവിനെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുനാഥ, അങ്ങയുടെ കഷ്ടാനുഭവ ദിനം ഓർക്കുന്ന നാളുകളിലൂടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി വരുവാനും, അങ്ങയുടെ കാൽവരി കുരിശിലേക്ക് നോക്കുവാനും പ്രത്യാശ കണ്ടെത്തുവാനും, അങ്ങയുടെ കഷ്ടാനുഭവങ്ങൾ പങ്കാളികളാകുവാനും, അതിലൂടെ അങ്ങേക്ക് വേണ്ടി സാക്ഷികളാകുവാനും ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരെയും എല്ലാ പ്രിയ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പമാധികമായി ഇതിന് സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം ഇത് സംബന്ധികളാകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അവിടുത്തെ ശാന്തി സമാധാനം നൽകണമേ. പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവത്തിൽ ഓർക്കുന്നു. എന്താവശ്യത്തിനായി അവർ തലകളെ വണക്കിയിരിക്കുന്നുവോ അവയെ ഇവിടെ നിന്ന് അറിയണമേ, അനുഗ്രഹിക്കണമേ, കൃപകളാൽ അവിടെ നിറയ്ക്കണമേ. അസമാധാനത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന ലോകത്തിന് നിന്റെ സമാധാനം നൽകണമേ. കുടുംബ ജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ആത്മീക ജീവിതത്തെ അവിടെ നിന്ന് വാഴ്ത്തണമേ. സഭാ ജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. മേൽപ്പെട്ടക്കാരെയും പെട്ടക്കാരെയും വിശ്വാസികളുടെ സമൂഹത്തെ അവിടെ നിന്ന് വാഴ്ത്തണമേ. യേശുനാഥ, ഞങ്ങൾ നിന്റെ ജനവും നിന്റെ മക്കളുമാണെന്ന് ലോകം അറിയുവാനും അതിലൂടെ നിന്റെ നാമം മഹത്വപ്പെടുവാനും തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അതിനായി ഒരുക്കണമേ. ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും അതിനായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ.
ഈ കൂടിവരവിനെ അനുവിടുന്ന് അനുഗ്രഹിക്കണമേ. പങ്കാളികളാന്ന് എല്ലാവരെയും വാഴ്ത്തണമേ. അല്പനേരം അങ്ങയുടെ കാൽവരി കുരിശിന്റെ ചൂട്ടിൽ ഞങ്ങൾ ഇരിക്കട്ടെ. അങ്ങയെ നോക്കിക്കാണുവാനും അങ്ങയിലൂടെ ധൈര്യം കണ്ടെത്തുവാനും സമാധാനവും ആശ്രയവും കണ്ടെത്തുവാനും അതിലൂടെ നിനക്ക് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും നിനക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും നിനക്ക് സമർപ്പിക്കുന്നു. വിശ്വാസികളെല്ലാം വാങ്ങിപ്പോരെയും സ്വർഗീയ ഉറുസലേമിൽ ഇവിടുന്ന് പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിപ്പാനായിട്ട് തന്നെ. ആമേൻ. പിന്നെ തിരുമേനിയുടെ എല്ലാ ശുശ്രൂഷ പ്രാർത്ഥനയും എല്ലാം അനുഗ്രഹിക്കപ്പെടണമേ. ഭദ്രാസനത്തിനെ നയിക്കുവാനുള്ള എല്ലാ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എബിഎച്ചിന് ഇവിടെ ഇല്ലല്ലോ. ഞാൻ ഇച്ചിരി നല്ല യാത്രയായിരുന്നു. യാത്രയെല്ലാം കഴിഞ്ഞ് ദൈവകൃപയാൽ ഇന്നലെ വൈകിട്ട് നേരം എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട ബെന്നീസിനെ കണ്ടു. ബെന്നീസിന് സാന്നിധ്യമുണ്ട്. എലിസബത്ത് ടീച്ചറുണ്ട്. ഷീനായെ കാണുമെന്ന് കരുതാം. എല്ലാവരെയും കർത്താവ് ഉയർത്തെഴുന്നേറ്റവും സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റവും ആ ഉയർപ്പിന്റെ പ്രത്യാശയും ധൈര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ വേദപുസ്തകം തുറന്നുകൊണ്ടു എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായമായിരുന്നു. കാരണം ഈ യാത്രയിലൊക്കെയും പലരും പങ്കുവച്ചൊരു കാര്യം ഈ ലോകത്തിന്റെ അസമാധാനത്തെ കുറിച്ചായിരുന്നു. യുദ്ധവും പ്രശ്നങ്ങളും രോഗങ്ങളും അനേക പ്രതിസന്ധികളുടെ നടുവിലൂടെ ആധുനിക മനുഷ്യൻ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഈ പ്രയാസങ്ങളെ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവർ ഗ്രേസ് പ്ലീസ് പ്രേ ഫോർ us. ഇങ്ങനെ അനേകരുടെ പല മനുഷ്യരുടെ പല പ്രയാസങ്ങളെ കേൾക്കുവാൻ ഇട വന്നു. രാവിലെ ഇങ്ങനെ ആ ചിന്തകളും പ്രാർത്ഥനകളുമായി ദൈവാലയ ശാപ്പലോട് ചെന്നപ്പോൾ കണ്ട ആദ്യത്തെ വാക്യം 14-ാം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ആദ്യത്തെ വാക്കിൽ, നിങ്ങൾ ഭ്രമിക്കരുത്, ഭയപ്പെടരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. അതൊരു ഡിവൈൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതായി തന്നെ രാവിലെ എനിക്ക് തോന്നുകയുണ്ടായി. അപ്പം ഞാനത് നിങ്ങളോടങ്ങ് പങ്കുവെക്കുക. നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാരോട് യേശുദമ്പുരാൻ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂതാണത്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭ്രമിക്കേണ്ട. ലോകത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ നമുക്ക് തമ്പുരാൻ നൽകുന്ന വലിയൊരു ദൂത് ഇത് തന്നെയാണ്. നിങ്ങൾ ചഞ്ചലപ്പെടരുത്. ഡു നോട്ട് ബി ട്രബിൾഡ്. ബിലീവ് ഇൻ ഗാഡ്, ബിലീവ് ഇൻ മീ. ട്രസ്റ്റ് ഇൻ ഗോഡ്, ട്രസ്റ്റ് ഇൻ മീ. ആ ഒരു വലിയ ദൂത് നമ്മുടെ ജീവിതയാത്രയിൽ എന്നും ഉണ്ടായിരിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം, ആ ഒരു ആശ്രയവും പ്രത്യാശയും നമുക്ക് പതറിപ്പോകാതിരിക്കാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നത് ഈ ഒരു പ്രത്യാശയും ധൈര്യമാണ്. അതുകൊണ്ട് ആ ഒരു വലിയ ധൈര്യവും പ്രത്യാശയും എൻ്റെ പ്രിയ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുന്ന അമ്മമാരെന്ന നിലയിൽ അമ്മമാരോട് പ്രത്യേകമായി പറയാനുള്ളത്, എല്ലാ പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, മക്കളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെയും അവിടെയൊക്കെയും നമ്മുടെ ജീവിതയാത്രയിൽ ഡു നോട്ട് ബി ട്രബിൾഡ്. നിരാശപ്പെട്ടു പോകണ്ട, പ്രയാസപ്പെട്ടു പോകണ്ട. നമ്മുടെ പ്രത്യാശയും ധൈര്യവും സങ്കേതവും ബലവും കോട്ടയും എല്ലാം നമ്മുടെ തമ്പുരാനാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. ആ ഒരു പുനരുത്ഥാനത്തിന്റെ സന്ദേശം അത് തന്നെയായിരുന്നു. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള വലിയ പ്രത്യാശയും ധൈര്യവും തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുക. ആ വലിയ ധൈര്യവും പ്രത്യാശയും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. യേശു നമ്മോടുകൂടെ ഉണ്ട്, ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ആ ആശ്രയം മാത്രമേ നമുക്ക് ആത്യന്തികമായി ധൈര്യവും പ്രത്യാശയും നൽകി. ലോകത്തിലുള്ള എല്ലാ നേട്ടങ്ങളും ഉണ്ടായിരിക്കും, അതൊന്നും നമുക്ക് വലിയ ആത്യന്തികമായ പെർമനന്റ് ആയ ഒരു സൊല്യൂഷൻ കിട്ടത്തില്ല. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം, അത് ഏത് പ്രതിസന്ധികളും അതിജീവിക്കുവാനുള്ള ഏറ്റവും വലിയ ആശ്രയം ഊന്നുവടി അത് മാത്രമാണ്. ആ ആശ്രയത്തെ ജീവിപ്പാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ സഹോദരങ്ങൾക്കാണ്. ഇന്നലെ അതിൻ്റെ ആ 2-3 ദിവസത്തെ യാത്ര എനിക്ക് മനസ്സിലായി, മനുഷ്യ എത്ര ആകുലതയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. ദുബൈയിൽ 2-3 ദിവസം കുറച്ചു നേരം താമസിച്ചു. ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അനേകരുടെ ജോലി പോയി. US ആണെങ്കിൽ അങ്ങനെ പ്രയാസങ്ങളുണ്ട്. പരസ്പരം പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും കോട്ടയുമാണ്. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായി അവൻ നമ്മോടുകൂടിയുണ്ട്. ആ സങ്കേതവും ബലവും കോട്ടയായ കർത്താവ് നമ്മോടുകൂടിയുണ്ട്. പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, ധൈര്യത്തിൽ ദൈവത്തിന് ആശ്രയിച്ച് മുന്നോട്ട് പോവുക. എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.
കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ ടീച്ചറെ. തീർച്ചയായിട്ടും എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥ്യമായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മശക്തി വെളിപ്പെട്ട് കിട്ടാനും ദൈവകർത്താവിന്റെ സമാധാനം നമുക്ക് എല്ലാവർക്കും ലഭ്യമാകാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള മക്കൾക്കും. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാവുന്നതാകുന്നു. പ്രിയപ്പെട്ട എലിസബത്ത് എബ്രഹാം പാട്ട് പാടുന്നതായി. എലിസബത്ത് എലിസബത്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? എലിസബത്ത് എബ്രഹാം. What a friend we have in Jesus, all our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Have we trials and temptations? Is there trouble anywhere? We should never be discouraged. Take it to the Lord in prayer. Can we find a friend so faithful, who will all our sorrows share? Jesus knows our every weakness. Take it to the Lord in prayer. പ്രിയപ്പെട്ട എലിസബത്ത് എബ്രഹാമിനെ അനുഗ്രഹിക്കണേ, കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ റീഡിങ് നമ്മുടെ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട ആൻ മാത്യു ആണ് വായിക്കുന്നത്. എല്ലാവരും ബൈബിൾ ഒന്ന് തുറന്ന് വായിക്കണമേ. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 to 19. പ്രിയപ്പെട്ട ആൻ മാത്യു വായിക്കുന്നു. കേൾക്കാമോ ആന്റി? കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 1 മുതൽ 19 വരെ. ആ കാലത്തു ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനു കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ടു ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങിയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു.
അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചുവെന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവൻ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ, അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവർ പുറപ്പെട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോയി. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദ്യ വിട്ടു കൈസരിയിലേക്ക് പോയി അവിടെ പാർത്തു. ബാരക്കുമോർ. മാത്യുവിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. പ്രാർത്ഥനയോടും ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. വചനം നമുക്ക് സൗഖ്യവും നമുക്ക് സംരക്ഷണവും എല്ലാം ആകുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ളവർക്ക് ആ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നാവോടുകൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛൻ, ബഹുമാനപ്പെട്ട സ്ലീബ ജോൺ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് പ്രിയരെ, എനിക്ക് വ്യക്തിപരമായിട്ട് സ്ലീബ ജോൺ അച്ഛനെ അറിയത്തില്ല. എങ്കിലും ഞാൻ ഈ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അച്ഛനെ ബഹുമാനപ്പെട്ട സ്ലീബ അച്ഛൻ സെന്റ് ഗ്രിഗോറിയോസ് ബിഷപ്പ് സെന്റർ തൂത്തുക്കുടിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബേസിക്കലി ഹിസ് മിഷൻ ഈസ് he rescues children from bonded child labor from the construction workers, brings them to the center and provides them with the basic necessities, enables the female children to study further professionally like nursing. എനിക്ക് ഇത്രയും പേരും ഇങ്ങനെ കിട്ടി. എനിക്ക് ഇനി അച്ഛൻ തന്നെ അങ്ങ് പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ മീറ്റിങ്ങിലേക്ക്. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ തിരുമേനി, ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛൻ, നമ്മുടെ സമാജത്തിന്റെ ചുമതലക്കാരായിട്ടുള്ള എല്ലാവരും എന്നെ ഇങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചതിന് ആദ്യമായിട്ട് ഈ ഒരു സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തോടും ഇതിന് അനുകൂലമായി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അതിന്റെ ചുമതലക്കാരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം ധ്യാനത്തിനായിട്ട് ഞാൻ തെരഞ്ഞെടുത്ത ദൈവവചനം ദൈവം നമ്മോടുകൂടെ എന്നതാണ്. യെശയ്യാ പ്രവചനം 41:10 വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:12 എന്ന രണ്ട് ഭാഗങ്ങളിലായിട്ട് ഉണ്ട്. ഇതിനെപ്പറ്റി പറയുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ദൈവത്തിന്റെ സംരക്ഷണം ലഭിച്ച ധാരാളം പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും
ദൈവത്തിനെ വിശ്വസിച്ച് ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവാചകന്മാരായ ദൈവത്തിന്റെ ഭക്തരായി ദൈവത്താൽ വഴിനടത്തപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം നമ്മോട് കൂടെ എന്ന ഈ വചനം എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഈ ദിവസങ്ങളുടെ പ്രാധാന്യത്തോടു കൂടി കൊണ്ടുവാണ്. ഉയർപ്പിന് ശേഷം കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നതാണ് നമ്മുടെ വിശ്വാസം. 40 ദിവസം പരിശുദ്ധ ശ്ലീഹന്മാരോടൊപ്പം കർത്താവ് പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ ധൈര്യപ്പെടുത്തുകയും സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് ജീവിച്ച ആ ഒരു സാഹചര്യം, ആ ദിവസങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെയും ഈ ദിവസത്തെയും ഓർത്ത് നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് തലവണങ്ങി പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ കർത്താവേ, ഈ നിന്റെ സാന്നിധ്യത്തിലും നിന്റെ സ്ലീഹന്മാരെ ധൈര്യപ്പെടുത്തുന്നതിനായി നീ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപുള്ള ആ ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് കൂടി ഉണ്ടായിരുന്നതുപോലെ ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ ജീവിതത്തിൽ പല പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. സന്തോഷ ജീവിത ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പല ആവശ്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നുണ്ട്. ഈ ദിവസങ്ങളുടെ ഈ പ്രാധാന്യത്തിൽ കർത്താവേ, നീ ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ അറിഞ്ഞ് ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കണമേ. ദൈവമേ, അല്പമായോ അധികമായോ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നിന്നോട് അപേക്ഷിക്കുന്ന ആരെയും ഉപേക്ഷിക്കാത്തവനായ നല്ല ദൈവമാണ്. കർത്താവെ, നിന്റെ നിഴലെങ്കിലും ഒന്ന് പെട്ടാൽ മതി എന്ന് വിശ്വസിച്ച് ആ നിഴലിലേക്ക് ചെന്ന് നിന്നവർക്ക് പോലും നിന്റെ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു കൊടുത്ത ദൈവമേ, ജീവിതത്തിൽ കർത്താവെ, ഞങ്ങളുടെ ഓരോ ദിവസങ്ങളിലും നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ വഴി നടത്തി ഞങ്ങളോട് കൂടെ സഹായിച്ച് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ഈ വേദപുസ്തക വാചനം നമ്മുടെ ഈ ദിവസങ്ങളുടെ പ്രാധാന്യത്തിലൂടെയാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ദൈവം അത്ഭുതകരമായി വഴി നടത്തിയ ആ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്ന ഒരു മഹാപ്രവാചകനായിരുന്നു. ദൈവം അവനെ കണ്ടെത്തി, അവനെ ദൈവം തെരഞ്ഞെടുത്തു, അവനെ ദൈവം കൂടെ സംരക്ഷിച്ച് വഴി നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് അവന് കിട്ടിയ ആ പ്രതിഫലം ദൈവം അവനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തതായിട്ടാണ്. ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ കൊണ്ടുപോയി. അങ്ങനെ ദൈവത്തോടു കൂടെ വിശ്വസ്തരായി നടക്കുന്നവർക്ക് ധാരാളം നന്മകൾ ലഭിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ കാണിക്കുന്ന വഴികളിലൂടെ നടന്നു. അതിന്റെ ഫലമായിട്ട് ദൈവം അവനെ സ്വർഗത്തില് ഉടലോടെ എടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാർ യാക്കോബും അബ്രഹാമും ഇസഹാക്കുമൊക്കെ ദൈവത്തിന്റെ ഏറ്റവും വിശ്വസ്തരായി അവന്റെ കൽപ്പനകൾ അനുസരിച്ച് സഹനശക്തിയോടുകൂടി ജീവിച്ചവരാണ്. അബ്രഹാമിന് പ്രായത്തിന്റെ അന്ത്യത്തിൽ വരെയും ദൈവം വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. എന്താണ് വാഗ്ദാനം കൊടുത്തത്? നിന്റെ സന്തതി ലോകമൊക്കെയും നിറയും, കടലിലെ മണൽത്തര പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വാഗ്ദാനം കേട്ട് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് ജീവിച്ചു പോകുമ്പോഴും അവന് ഒരു സന്തതിയില്ലാത്ത ദുഃഖം ധാരാളം അവൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ദൈവത്തെ അവൻ കുറ്റം പറഞ്ഞിട്ടില്ല. ദൈവം എന്നോട് പറയുന്നുണ്ട്, എന്നെങ്കിലും ദൈവം തന്നുകൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിന്നു. അവന്റെ വാർദ്ധക്യത്തിലാണെങ്കിലും അവന് ആഗ്രഹപ്രകാരം ഒരു സന്തതിയെ കൊടുത്തു. ആ സന്തതിയെ കൊടുത്ത് അവന്റെ മനസ്സ് അതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടപ്പോൾ ദൈവം അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇസ്ഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് ദൈവം അവനോട് ആവശ്യപ്പെടുന്നതും പ്രകാരം ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന പിതാവ് അബ്രഹാം അവനെ ബലി കഴിക്കുവാൻ തയ്യാറായതും അങ്ങനെ ആദ്യമായിട്ട് ഒരാടിനെ അവന് നൽകി ആ ദൈവത്തിന് ബലി കഴിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. നാം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയും.
അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതെ നാം എപ്പോഴും ശ്രദ്ധിക്കുവാനായിട്ടാണ് ഈ ഭാഗങ്ങളിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ഒരിക്കൽ ഒരു കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരൻ കപ്പല് തകർന്നുപോയി. ആ പായ്ക്കപ്പൽ ചെറിയ ഒരു കപ്പലിൽ അദ്ദേഹം യാത്ര ചെയ്യാറുണ്ട്. ആ ദിശ അറിയാൻ വയ്യാതെ ആ വെള്ളത്തിൽ കിടന്ന് നീന്തി അടിച്ച് അടുത്ത് കണ്ട ഒരു കരയിൽ ചെന്ന് കയറി. ആ കരയിൽ ചെന്ന് കയറിയപ്പോൾ അദ്ദേഹം നിസ്സഹായനായ ഒരവസ്ഥയിൽ ആയിരുന്നു അവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു സാധനങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ആ കരയിൽ ഇങ്ങനെ നോക്കി. ചുറ്റുപാട് നോക്കിയപ്പോൾ ഒരു മനുഷ്യരെയോ മറ്റു ജീവജാലങ്ങളെയോ ഒന്നും കാണുന്നില്ല. സസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ മരങ്ങളും കമ്പുകളും ഒക്കെ നിറഞ്ഞതും ആയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് കണ്ടെത്തിയത്. ധാരാളം സമയം അദ്ദേഹം ഉറക്കെ ശബ്ദം കൊടുത്തു. പക്ഷെ ആ ശബ്ദം കേട്ട് ആരും എത്തിയില്ല. അദ്ദേഹം നിരാശയോടുകൂടി അവിടെ ഇങ്ങനെ ഇരുന്നു, എന്ത് ചെയ്യാൻ പറ്റണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ തണുത്ത കാറ്റടിച്ചു. നല്ല കുളിരുള്ള പ്രദേശമാണെന്ന് കരുതി അദ്ദേഹം കല്ലുകൾ ഉരച്ച് തീ ഉണ്ടാക്കി. ആ തീ കാഞ്ഞ് അദ്ദേഹത്തിന്റെ തണുപ്പകറ്റി. ഇനിയും ധാരാളം ശബ്ദം കൊടുത്തും അദ്ദേഹം കഴിയുന്നിടത്തോളം ചുറ്റുപാടും ഓടി നടന്നു നോക്കി എന്തെങ്കിലും ഒരു ജീവജാലങ്ങളെ കാണുകയോ മനുഷ്യരെ സഹായത്തിനായിട്ട് കിട്ടുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. പക്ഷേ ആ മനുഷ്യന് ഒന്നും ഒരു പ്രതികരണമായി കിട്ടിയില്ല. അദ്ദേഹം അവിടെ കമ്പുകളൊക്കെ ഓടിച്ചൊരു ചെറിയ ഷെഡുണ്ടാക്കി രാത്രിയിൽ അതിൽ കിടന്നുറങ്ങി. അങ്ങനെ കിടന്നുറങ്ങിയ മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് വലിയ ചൂട് അനുഭവപ്പെടുന്നതായിട്ട് തോന്നി. ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ ആ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഷെഡ് അദ്ദേഹത്തിന് ഒരു ഷെൽട്ടറായി, സംരക്ഷണത്തിനായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഷെഡ് തീ കത്തുന്നതായിട്ടാണ് കണ്ടത്. അദ്ദേഹം നിസ്സഹായനായി നോക്കി നിൽക്കുവാനേ സാധിച്ചുള്ളൂ. പക്ഷെ തീയെല്ലാം കത്തി അമർന്നപ്പോൾ അദ്ദേഹം ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങി. എന്റെ ദൈവമേ, നീ എന്നെ ഇതിനാണോ ഇവിടോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഞാന് ഭക്ഷണമില്ല, സഹായത്തിന് ആരുമില്ല, എന്നെ സഹായിക്കുന്ന ദൈവമുണ്ടെന്ന് കരുതി ഞാൻ ഒരു ഷെഡ് ഉണ്ടാക്കി അതിൽ കിടന്നുറങ്ങിയപ്പോൾ ആ ഷെഡും കത്തിപ്പോയി. ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ സ്വയം ശപിച്ചുകൊണ്ട് നിരാശയോടുകൂടി അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് ദൂരെ കടലിന്റെ നടുവിൽ ഒരു വെളിച്ചം അദ്ദേഹം കണ്ടെത്തി. ആ വെളിച്ചം അടുത്തടുത്ത് വരുന്നതായിട്ട് അദ്ദേഹത്തിന് ആ കുറെ നേരം കഴിഞ്ഞപ്പോൾ ആ വെളിച്ചത്തിന്റെ കാരണമായിരുന്നു അതുപോലെ ഒരു കപ്പൽ ആ കരയിൽ വന്ന് അടുത്തു. ആ കരയിൽ വന്ന് അടുത്തപ്പോൾ ആ കപ്പലിൽ നിന്ന് ഒരു മനുഷ്യൻ വെളിയിൽ ഇറങ്ങി, ആരാണ് ഇവിടെ ഉള്ളത്, എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ അദ്ദേഹം നടന്നതൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ആ അക്ഷപ്രജ്ഞനായി നിന്ന ആൾ ആ കപ്പലിൽ വന്ന ആളിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇവിടെ ഉള്ളത്? അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ആ രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു വലിയ വെളിച്ചമുണ്ട്. ആ പുകയും തീയും തീരുന്നത് വരെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇവിടെ മനുഷ്യരുണ്ട്. ആരോ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് തീയിട്ടതാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടേക്ക് വന്നതാണ്. നിങ്ങളും എന്നോടൊപ്പം വരുവാൻ തയ്യാറാകുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, നിങ്ങളെ കരയിലെത്തിക്കാം, നിങ്ങളുടെ നാട്ടിലെത്തിക്കാം. അപ്പോഴാണ് ആ അക്ഷപ്രജ്ഞനായി നിന്ന മനുഷ്യന് മനസ്സിലായത് ഇത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു എന്ന്. കാരണം ഞാൻ താമസിച്ചിരുന്ന ഈ വീട് കത്തിയപ്പോൾ ദൈവത്തെ പഴി പറഞ്ഞു. എന്നാൽ ഈ വീട് കത്തിയത് കൊണ്ടാണ് ദൈവം ഈ മനുഷ്യനെ എന്റെ അടുക്കിലേക്ക് വരുവാൻ കാരണമായി തീർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവത്തെ അധികമായി സ്തുതിച്ചു. അങ്ങനെ നാം ദൈവത്തെ കാണുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും നമുക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ലഭിക്കുമ്പോൾ മാത്രം സന്തോഷത്തോടുകൂടി കാണുന്നതാവാൻ പാടില്ല. പിന്നെയോ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോഴും നാം ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ കണ്ടെത്തുവാൻ തയ്യാറാകുവാൻ ആ ദൈവത്തിൻ്റെ പദ്ധതികളെ പറ്റി നാം അറിയുവാൻ വാഞ്ചയോടെ അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓർത്തെടുക്കേണ്ടുന്ന ആ സംഭവങ്ങൾ. വളരെ പേരുണ്ട്, നിരാശപ്പെടും. ചിലർ വേറെ വഴികളിലേക്ക് നമ്മുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഓടും. ഇതെന്ത് സംഭവിച്ചു, ഞാൻ പ്രാർത്ഥിച്ച ദൈവം എന്നെ സഹായിച്ചില്ല, ഇനി ഞാൻ വേറെന്തെങ്കിലും വഴി തേടിക്കും. അതൊക്കെ തെറ്റായ സംഭവമാണെന്ന് ഇങ്ങനെയുള്ള ഓരോ അനുഭവ കഥകളിലൂടെ നാം മനസ്സിലാക്കേണ്ടുന്നതാണ്.
ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? നമ്മോടുകൂടെയുള്ള ദൈവം. യെശയ്യാ പ്രവാചകൻ ആ പുസ്തകത്തിൽ പറയുന്നത്, നീ തീയിൽ കൂടെ നടന്നു പോയാൽ നിന്റെ ദേഹം പൊള്ളാതെ, നിന്റെ ദേഹത്ത് തീ പെടാതെ, ചൂട് പെടാതെ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളും. വെള്ളത്തിൽ കൂടി നടന്നാൽ നിന്റെ മേൽ ആ അഴി മുങ്ങാതെ ഞാൻ നിന്നെ കാത്തുകൊള്ളും എന്നാണ്. അപ്രകാരം സംരക്ഷണം നൽകുന്ന ഒരു ദൈവമാണ് നമ്മളോട് കൂടെ ഉള്ളത് എന്ന് നാം ഓർക്കണം. കുരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തനകാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നാം ഓർക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാലഘട്ടത്തിലും നാം സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ആ സന്തോഷത്തിൽ മതിമറന്ന് ദൈവത്തെ മറക്കുവാൻ ഇടയാകരുത്. അപ്പോഴും നാം ഓർക്കേണ്ടുന്നത് എന്താണ്? ഈ സന്തോഷം ദൈവം നൽകുന്നതാണ്. ഇതുപോലൊരു ദുഃഖകാലവും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നാം ഓർത്തു നോക്കുക, ഇപ്പോൾ ലോകത്തിന്റെ ഗതിയിൽ യുദ്ധങ്ങളുടെയും യുദ്ധകാഹളങ്ങളുടെയും കാലഘട്ടമാണ്. പല രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുന്നു. പല രാജ്യങ്ങൾ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം, ഇസ്രായേലും ലെബനനും തമ്മിലുള്ള യുദ്ധം ഒക്കെ ഓർത്തു നോക്കുക. അതുമൂലം അവിടെ ഒരു ചെറിയ പ്രദേശത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, പിന്നെയോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ കറുത്ത പാടുകൾ, അതിൻ്റെ വേദനകൾ അനുഭവിക്കേണ്ടി വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഒരുവൻ ചെയ്യും പാപത്തിൻ ഫലം അനുഭവിക്കുന്നവരോ 1000 എന്ന് കവി പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടുന്നത്, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവരെ എന്തെങ്കിലും ദുഃഖിപ്പിച്ചുകൊണ്ട് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമല്ല, അതിൻ്റെ നമുക്ക് താൽക്കാലികമായ സന്തോഷമുണ്ടെങ്കിലും അതിൻ്റെ ദുഃഖഫലം അനുഭവിക്കേണ്ടുന്നത് ധാരാളം പേരാണ്. ഇന്ന് നമുക്ക് സന്തോഷമെങ്കിൽ നാളെ അത് ദുഃഖത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതും നാം ഓർത്തിരിക്കണം. കർത്താവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവൻ നമ്മളെ വഴി നടത്തുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെ നിങ്ങളെ പോലെ സ്നേഹിക്കണം, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ളതാണ്. കർത്താവ് തൻ്റെ പ്രാർത്ഥനകളിലും കർത്താവ് തൻ്റെ പഠിപ്പിക്കലുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ സമയം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് ലഭിക്കുന്ന നന്മകൾ അതെന്തായിരുന്നാലും നാം ആവോളം അനുഭവിക്കണം. അതോടൊപ്പം തന്നെ ഈ നന്മ ലഭിക്കാതെ പോയവരെ ആ നന്മയിലേക്ക് നയിക്കുവാൻ നാം തയ്യാറാകണം. അത് ഭൗതികമാകാം, സാമ്പത്തികമാകാം, പല വഴി നടത്തലുകളിലൂടെ ആകാം. അങ്ങനെ സഹായിക്കുന്നത് കൊണ്ടാണ് ലോകം ഇന്ന് ക്രിസ്തീയ സമുദായത്തിന്റെ നന്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം പ്രദേശങ്ങളും അനുഭവങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരമുള്ള നന്മകളിലേക്ക് നാം ആയിത്തീരണം. നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുകൊണ്ട് കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് നാം ആഗ്രഹിക്കുകയും നാം കഴിക്കുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ സ്നേഹിതൻ വിശക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാനും അവന് വിശപ്പ് അടക്കുവാൻ കൈവശമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുവാനും, ഇല്ലെങ്കിൽ അവന് നമ്മളിൽ നിന്നും കൊടുക്കുവാൻ സാധിക്കുന്ന വിശപ്പടക്കുവാനുള്ള സംഭവങ്ങൾ, അത് ആത്മീയ വിശപ്പാകാം, ശരീരത്തിന്റെ വയറിന്റെ വിശപ്പാകാം, അല്ലെങ്കിൽ സാമ്പത്തികമാകാം. ഇങ്ങനെ ഏത് രീതിയിലുള്ള ആവശ്യമാണോ അത് അവന് അറിഞ്ഞു നൽകുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മക്കളായി പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ സാക്ഷിക്കുന്നത്. പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത്, നാം ദൈവത്തെ സാക്ഷിക്കുന്നവരായിരിക്കണം. തിരുമേനി യാത്ര ചെയ്തപ്പോൾ തിരുമേനിയുടെ അനുഭവങ്ങളെ പറ്റി തിരുമേനി പറയുകയാണ്. ജോലി പോയവർ, തിരുമേനി ഞങ്ങളുടെ ജോലി പോയി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നു. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് വന്നവർ, രോഗത്തിന്റെ അസ്വസ്ഥതകൾ, ഇങ്ങനെ പല ആളുകൾ നമ്മളെ സമീപിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നുണ്ട്. നാം അത് സ്വീകരിച്ചിട്ട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അപ്പോൾ അവർക്ക് രോഗസൗഖ്യമോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായിട്ടോ കാണുവാൻ സാധിക്കും. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സാക്ഷികളായി തീരുന്നത്. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഗുണകരമായി തീരുമ്പോഴാണ് അവർ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടും അവർക്ക് നന്മ ലഭിക്കുവാനായിട്ട് ഇടയായത്.
കർത്താവ് ഓരോരുത്തരെ പഠിപ്പിക്കുമ്പോഴും ഓരോ രീതിയിലുള്ള പഠന രീതികളും പ്രാർത്ഥനകളെ പറ്റി പറയുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ദൈവത്തെ സാക്ഷിക്കുവാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെ ഉണ്ടായതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പിന്നെ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി വെള്ളം ചോദിക്കുമ്പോൾ ദൈവം അവിടെ ആ സ്ത്രീ വെള്ളം കോരുവാൻ ബുദ്ധിമുട്ടാണ് എന്നും ഞങ്ങൾ തരുന്ന വെള്ളം യഹൂദർ കുടിക്കത്തില്ല എന്ന് സമര്യാകാരി സ്ത്രീ തിരിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ അവളുടെ ജീവിതാനുഭവങ്ങൾ അവളോട് പങ്കിട്ട് കഴിഞ്ഞപ്പോൾ അവളെ ബോധ്യപ്പെടുത്തി, ഞാൻ ക്രിസ്തുവാണെന്നും ജീവന്റെ ജലം നിനക്ക് തരുവാൻ കഴിവുള്ളവനാണ് ഞാൻ എന്നും പറയുമ്പോൾ അവൾ അത് വിശ്വസിച്ചിട്ട് ഓടിപ്പോയി തന്റെ ദേശത്തുള്ള എല്ലാവരെയും സമീപിച്ച് അവരോട് പറയുന്നു, ക്രിസ്തു എന്ന് തോന്നുന്നു, അവിടെ ഒരാൾ ഇരിക്കുന്നു, അവൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് ആ ദേശക്കാരെ മുഴുവനും ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ട് കാണുന്നു. അതുപോലുള്ള ദൈവിക സാക്ഷ്യം നാം തുടങ്ങണം. അതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. മദർ തെരേസ തന്റെ ജീവിതത്തിൽ അവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തപ്പോൾ അവർ ലോകം സ്തുതിക്കപ്പെടുന്ന, ലോകം പ്രശംസിക്കപ്പെടുന്ന ഒരു വലിയ അമ്മയായിട്ട് മാറുവാൻ സാധിച്ചു, ഏഴകളുടെ അമ്മയായിട്ട്. നമ്മുടെ സഭയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനിയും മാറോസ്താദ്യോസ് തിരുമേനിയും അവരൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത് അവരുടെ ജീവിതത്തിൽ അവർ ഒരു കിടാവിളക്കായിട്ട് ഒരിക്കലും പ്രകാശം മങ്ങാത്ത വിളക്കുപോലെ അവരുടെ ജീവിതത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോഴും കാലാന്ത്യത്തിന് ശേഷവും അവരുടെ പ്രകാശം ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അപ്രകാരം ആയിത്തീരണം. നമ്മുടെ പ്രകാശം ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവിന്റെ വെളിച്ചം അംഗീകരിച്ചുകൊണ്ട് നാം സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതാനുഭവം നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ നാം ചെയ്ത നന്മകൾ നമ്മുടെ കാലശേഷവും നമ്മുടെ സന്തതി പരമ്പരകൾ കേട്ടും കണ്ടും അതുപോലെ മാതൃകയാക്കുവാനും നമ്മുടെ നന്മകളെ മറ്റുള്ളവർ അവരോട് പ്രശംസിച്ച് നമ്മളെ പറ്റി പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും അതൊക്കെയാണ് നാം ഈ ഭൂമിയിൽ വെച്ചിട്ട് പോകുവാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം ഉണ്ടാക്കിയ സമ്പത്തുകളൊന്നും നമ്മളെ നാളത്തെ ഓർമ്മയായിട്ട് കാണത്തില്ല. നാം ചെയ്ത നമ്മുടെ പഠിത്തത്തിന്റെ വലിപ്പമൊന്നും നമ്മളെ കാണത്തില്ല. നമ്മൾ വാങ്ങിച്ച ശമ്പളത്തിന്റെ വലിപ്പമൊന്നും നാളത്തേക്ക് നമ്മളെ ഓർമ്മയിൽ കാണത്തില്ല. നാം മറ്റുള്ളവർക്ക് ചെയ്ത നന്മകൾ, അതാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന നല്ല ദാനങ്ങളായിട്ട് എപ്പോഴും നാം വെളിച്ചമായി മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന വെളിച്ചത്തിന്റെ ഗോപുരമായിട്ടായിത്തീരുവാൻ ഇടയാകണം. അപ്രകാരം എന്നും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതം, നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം അത് മറ്റുള്ളവരിലൂടെ നിലനിർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി കരുതുവാൻ ഇടയാകുകയും ചെയ്യണം എന്ന് പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സ്വന്തം ദേശം അടൂര് കൈതപ്പറമ്പ് മർത്തോസ്മിനി ഓർത്തഡോക്സ് പള്ളിയാണ്. അതോടൊപ്പം തന്നെ അടൂർ ഭദ്രാസനത്തിലെ അംഗമാണ്. ഞാൻ തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ജില്ലയിൽ ശ്രീകുണ്ഠം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് മിഷൻ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി ആരംഭകാലം മുതൽ തന്നെ ചൈൽഡ് ലേബർ റിഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് തുടങ്ങി അതിൽ റിലീഫായിട്ടുള്ള കുട്ടികളെ തുടർന്ന് പഠനത്തിന് വേണ്ടിയിട്ട് സഭയിലെ തിരുമേനിമാരുടെയും സഭയുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓർഫനേജ് തുടങ്ങി. അങ്ങനെ 2006 മുതൽ ഓർഫനേജിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. റിലീസ് ചെയ്ത കുട്ടികളെയും അതോടൊപ്പം തന്നെ അമ്മയോ അപ്പനോ മരിച്ചുപോയ മാതാപിതാക്കളില്ലാത്ത കുട്ടികളെയും ചേർത്തുകൊണ്ട് ബാലികാ ബാലഭവൻ പ്രവർത്തനം തുടങ്ങി ഇന്ന് വരെയും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴ് 2 കുട്ടികൾ എഞ്ചിനീയറിങ്ങിനും ഒരാൾ നഴ്സിങ്ങിനും 3 പേര് കോളേജിലും മറ്റുള്ളവർ സ്കൂളിലും പല ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. മൊത്തം 23 പേർ പഠിക്കുന്നുണ്ട്. അതില് ഒരു കുട്ടിയുടെ സഹായം നിങ്ങളുടെ ക്ഷണിയുടെ ഈ സംഘടനയിൽ നിന്നും ഇടവകയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പഠനത്തിന് ഉള്ള ഈ സഹായം തുടർന്നും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ ധാരാളം പേരുടെ പ്രാർത്ഥനയും സഹായവുമാണ് ഈ ഭാഗം ധാരാളം കുട്ടികളെ പഠിപ്പിച്ച് നഴ്സിങ്ങിനും
എഞ്ചിനീയറിങ്ങിനും ITIയും പോളിടെക്നിക്കും ഒക്കെ പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരുടെ ഭാവി തലമുറ അനുഗ്രഹകരമായി തീരുവാൻ ദൈവം തമ്പുരാൻ അടിയനെ എടുത്ത് ഉപയോഗിക്കുന്നു. അതുകൂടാതെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി തയ്യൽ, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സെന്റേഴ്സ് ഉണ്ട്. അവരുടെ നല്ല ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സെന്ററായിട്ട് നടത്തി ധാരാളം പേർ പഠിച്ചു പോകുന്നുണ്ട്. അവരിൽ പാവപ്പെട്ടവർക്ക് തയ്യൽ മിഷൻ കൊടുക്കുന്നതിന് വേണ്ടി പല സ്കീമുകളും ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളുടെ സഹായവും ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ വർഷത്തോടു കൂടി കഴിഞ്ഞ 4 വർഷത്തെ ഒരു കുട്ടിയുടെ പഠനം പൂർത്തിയാകുകയാണ്. ഈ വർഷം ഒരു കുട്ടി +2 എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൻ മരിച്ചുപോയതാണ്. അനാഥാലയത്തിൽ വളർന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തുടർന്നും ആ കുട്ടിയുടെ പഠനത്തിനും ഒരു സഹായം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യമായിട്ടുണ്ട്. പിന്നെ എന്നും പ്രാർത്ഥനയും സഹായവും ഉണ്ടാകണം. അതുപോലെ കഴിഞ്ഞ 2023 ഈ ഭാഗത്ത് ഭയങ്കര വെള്ളപ്പൊക്കമുണ്ടായി. ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ട് 4000-ഓളം വീടുകൾ ഡാമേജ് ആയി. ആ വീടുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പല ആളുകളുടെ സഹായത്തിൽ, പ്രത്യേകിച്ചും മുത്തൂറ്റ് ഫിനാൻസ് കമ്പനിയുടെയും സഭയുടെയും ഒക്കെ സഹായത്തോടു കൂടി വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 15 വീടുകളുടെ പണി ആയിട്ടുണ്ട്. അതിൽ താക്കോൽ ദാനം 13 വീടുകൾ കഴിഞ്ഞു. ഇപ്പൊ 2 വീടുകളുടെ പണി നടക്കുന്നുണ്ട്. തുടർന്നും ചില ആളുകളുടെ അപേക്ഷയുണ്ട്. അതിനു വേണ്ടിയിട്ടും ഞാനിങ്ങനെ പല വാതിലുകൾ മുട്ടുന്നുണ്ട്. ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ അനുഗ്രഹീതമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സഭയുടെ SS ഈ ദേശത്ത്, നമ്മുടെ സഭ എന്താണെന്ന് പോലും അറിയാത്ത ഈ ദേശത്ത് വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തൂത്തുക്കുടി, തിരുനെല്വേലി 2 സിറ്റികളിൽ ഉണ്ടായിരുന്ന മലയാളികളെ കോർഡിനേറ്റ് ചെയ്ത് 2ഇടത്തും ചാപ്പൽ തുടങ്ങി. തൂത്തുക്കുടി സ്ഥലം 5 പള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. തിരുനെല്വേലിയിൽ ഒരു കോളേജിൽ വെച്ചാണ് കുർബാന നടക്കുന്നത്. 2ഇടത്തുമുള്ള മലയാളികൾ അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുവാൻ ഇടയാകുന്നു. അത് ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തുടർന്നും ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും നന്ദിയോടെ ഞാൻ ഓർക്കുന്നുണ്ട്. തുടർന്നും നമ്മൾ സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി അവിടെ നിന്ന് ലഭിക്കുവാൻ വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുള്ള നല്ല സാഹചര്യം ഒരുക്കി തന്ന ഇതിന്റെ ചുമതലക്കാരോട്, പ്രത്യേകിച്ചും ഇതിന്റെ അനൗൺസ്മെന്റ് ചെയ്ത ടീച്ചർ ഷിനി, അത് അവരോടൊപ്പവും എബി അച്ഛൻ്റെയും ഒക്കെ സഹകരണവും, എബി അബ്രഹാം അച്ഛൻ്റെ സഹകരണവും, ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുകയും എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയും ചെയ്ത ജോർജ് ഡാനിയൽ അച്ഛൻ, എല്ലാവരോടുമുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഈ നല്ല സാഹചര്യം ഉണ്ടാക്കി തന്ന ദൈവത്തോട് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ ഞാൻ ഒന്നു ചേരുകയാണ്, ഐക്യപ്പെടുകയാണ്. ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒരു ചെറിയ റിഫ്ലക്ഷൻ പറയണമേ. താങ്ക് യു വെരി മച്ച് ഫോർ സ്പെൻഡിങ് സം ടൈം വിത്ത് അസ്. അച്ഛന് നമുക്ക് നല്ലൊരു മെസ്സേജ് നമുക്കും തന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സ്ലീബ ജോൺ ചിൽപ്പടി തമ്പുരാൻ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഓർഫനേജിന് വേണ്ടിയുള്ളതും തിരുനെൽവേലി, തൂത്തുക്കുടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി BSc നഴ്സിംഗ്, എഞ്ചിനീയറിങ്ങിനൊക്കെ അവരെ സഹായിക്കാൻ സാധിക്കുന്ന ദൈവകൃപയോർത്ത് സ്തോത്രം ചെയ്യും. പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളാവത സഹായം എത്തിച്ചു കൊടുക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നു. ഒന്നുകൂടി ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ പാവാതിരുമേനിയെ ദേവസ്വത്തെ സമർപ്പിക്കുന്നു. സഭയെ നയിച്ചുകൊണ്ടുപോകാനുള്ള കൃപ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെയും ദേവസ്വത്തെ സമർപ്പിക്കുന്നു. ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കുവാനുള്ള കൃപ
തരണമേ എന്ന് യാചിക്കുന്നു. പ്രത്യേകിച്ച് ബന്ധുക്കോസ്തി ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ ശക്തി വെളിപ്പെട്ടതുപോലെ നമുക്ക് ഏവർക്കും പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടാൻ ഇടയാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഏതാണ്ട് 80-ലധികം ആളുകൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണല്ലോ. നമ്മുടെ മധ്യ കർത്താവുണ്ട്. നമ്മുടെ കുറവുകൾ ഓർക്കാതെ ദൈവം നമ്മുടെ മധ്യ ഉണ്ടല്ലോ. ഒരേ ആത്മാവിൽ നാം അപേക്ഷിക്കുമ്പോൾ തമ്പുരാൻ ശ്രദ്ധ വെച്ച് കേൾക്കുകയാണല്ലോ. കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ ശക്തി വെളിപ്പെടണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. അഭിവന്യ മാറിവാനിസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. ഭദ്രാസനത്തിനെ നന്നായി നയിച്ചുകൊണ്ട് പോകാനുള്ള പരിശുദ്ധാത്മ ശക്തിക്കായി അപേക്ഷിക്കാം. എല്ലാ തിരുമേനിമാരെയും, എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും, ഏറെപ്പെട്ടക്കാര്, ഇടവക പുരോഹിതന്മാര്, കൊസ്മമാര്, മർത്തമുറി സമാജ ഭാരവാഹികള്, ചുമ്മാശന്മാർ, സിസ്റ്റർമാർ, ദൈവവേലയ്ക്കായി പ്രതിഷ്ഠിച്ചിട്ടുള്ള എല്ലാവരും, അവരവരുടെ ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മക്കളെയും, ആൾട്ടർ ബോയ്സ് എല്ലാവരെയും സമർപ്പിക്കുന്നു. ആധ്യാത്മിക സംഘടനകളുടെ നേതൃത്വം കൊടുക്കുന്നവര് ദൈവസന്നിധി സമർപ്പിക്കുന്നു. ലോസ് ഏഞ്ചൽസിൽ നടക്കാനിരിക്കുന്ന കോൺഫറൻസിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗീവർഗീസ് സാദായുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നു. സാദായുടെ പെരുന്നാൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നടക്കുന്നല്ലോ, എല്ലാം അനുഗ്രഹപ്രദമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇപ്പോൾ യുദ്ധത്തിന്റെ കെടുതിയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ യുദ്ധത്തിന്റെ കെടുതിയിലായിരിക്കുന്ന എല്ലാ ഭാഗങ്ങളെയും നമുക്ക് ദൈവസന്നിധി ഭരണാധികാരികൾക്ക് ദൈവമേ നല്ല ബുദ്ധി കൊടുക്കണമേ. അതിനകത്ത് വിഷമിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധി വെച്ച് നമുക്ക് നിരന്തരമായി നമുക്ക് ദൈവസന്നിധി യാചിച്ചുകൊണ്ടിരിക്കാം. താഴ്മയോടും വിനയത്തോടും ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. നമ്മുടെ വിട്ടുവന്ന നമ്മുടെ മാതൃദേശം, വന്നു പാർക്കുന്ന ഈ ദേശം ദൈവസന്നിധി സമർപ്പിക്കാം. രാജ്യങ്ങളെ ഭരിച്ചു നടത്താനുള്ള നല്ല ബുദ്ധി ഭരണാധികാരികൾക്ക് കൊടുക്കണമേ. രാജ്യത്ത് സമാധാനമായി വസിക്കുവാനുള്ള കൃപ എല്ലാ ജനങ്ങൾക്കും കൊടുക്കണമേ എന്ന് അപേക്ഷിക്കാം. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരും അല്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പൈങ്ങോലി അച്ഛൻ, വി സി വർഗീസ് അച്ഛൻ, ധാരാളം പേരുണ്ടവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. സൗഖ്യം കിട്ടിയ ശാന്ത തോമസിനെയും ഷാനുവിനെയും ഓർത്ത് സ്തോത്രം, അരുൺ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലിസിയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഓമനയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിക്ടറിന്റെ ലിഖിത ജെറിയയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സാറാമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. 4 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു 42-year-old അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളുടെ റിക്വസ്റ്റ് ഉണ്ട്. സൗഖ്യം പ്രാപിച്ചവർക്ക് വേണ്ടി സ്തോത്രം പറയുന്നതോടൊപ്പം ഏത് അവസ്ഥയിലായാലും കർത്താവെ അവിടുത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടിക നിരത്തുകയല്ല. ദേവതപുരാനെ അവിടുത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അവിടുത്തെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, അവിടുത്തെ ഇഷ്ടപ്രകാരം ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തുടരാം. തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രിയപ്പെട്ടവരും അവരുടെ പ്രാർത്ഥന റിക്വസ്റ്റ് വെച്ചുമായിട്ടുള്ള എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സമയത്ത് സെമിനറിയൻസ് ആയിരിക്കുന്ന ജിതിൻ, ജോയ്, ഏവൽ, സബ്ഡീകൻ സോളമൻ, ബിന്നി, സബ്ഡീകൻ റയൻ, സബ്ഡീകൻ ആഷിക്, സബ്ഡീകൻ മാത്യു എല്ലാവരും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വിവാഹമായിരുന്ന സബ്ഡീകൻ ആഷിക് ആൻഡ് കെസിയ അവരെ സ്തോത്രത്തോടെ, അവർ വിവാഹം ഭംഗിയായി നടന്ന സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വെഡിങ് റിസപ്ഷനാണ്, അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച വിവാഹം നടക്കാനിരിക്കുന്ന സബ്ഡീകൻ റയൻ ആൻഡ് അലീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റൂബേനെയും ദിയയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇനി വിവാഹം നടക്കാനിരിക്കുന്ന സബ്ഡീകൻ സോളമൻ ആൻഡ് കേറ്റിലിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിവാഹിതം ജസ്റ്റ് കഴിഞ്ഞവരും വിവാഹം നടക്കാനിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ജനറേഷനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാകുന്നു. ലഹരിക്കും ഇന്റർനെറ്റിനൊക്കെ അടിമപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളെ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കാം. ദൈവഹിതപ്രകാരം ഭാവിക്ക് തീരുമാനമെടുക്കാനുള്ള കുഞ്ഞുങ്ങളെ, ലിഡിയ, മേഘ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മുമ്പേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുവാനുള്ള കൃപ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ജെഫേഴ്സനെയും ജോഷുവയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അഭിജിത്ത്, ആൽബിറ്റ്, മാത്യു, എവ്ലിൻ, 2 ആൻമാര്, 2 എലിസബത്ത്, ലോറൻസ്, ഹാന, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും, മക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വായിക്കാനും
പ്രാർത്ഥിക്കാനും കുദാശകൾ പങ്കെടുക്കുവാനുമുള്ള നല്ല ഉത്സാഹം വരുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാർത്ഥിക്കാനും എല്ലാവരെയും ഇടവരുത്തണേ നമുക്ക് പ്രാർത്ഥിക്കാം. ബർത്ത്ഡേ ആയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. അഞ്ചു മറിയം സുജിത് വരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാഷണൽ ഇന്റർനാഷണൽ യാത്ര ചെയ്യുന്ന ലെവലിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകാശ് തോമസ് അച്ഛനെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. റീകൺസ്ട്രക്ഷനിലായിരിക്കുന്ന എല്ലാ ചർച്ചസ്, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച പ്രത്യേകം റിക്വസ്റ്റ് വെച്ച ഡാലസിലെ സെയിന്റ് ഗ്രിഗോറിയസ് ചർച്ച് മെയ് 2 നടത്തുന്ന എക്സ്പോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാൽഗറി ചർച്ച് അതിന്റെ കോൺസെക്രേഷന് വേണ്ടി ഒരുങ്ങുന്നല്ലോ. ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് കോൺസെക്രേഷൻ ഒരുങ്ങുന്നു. അതോടൊപ്പം ഹ്യൂസ്റ്റൺ സെന്റ് ഗ്രിഗോറിയസ് ആൻഡ് സ്റ്റീഫൻസ് റീകൺസ്ട്രക്ഷൻ ഇരിക്കുന്ന എല്ലാ ചർച്ചസിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിട്ട് അവിടെ വർക്ക് നടന്ന് ആരാധന അവിടെ ദൈവം രാജ്യമഹത്വത്തിനായി നടക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രത്യേകമായി പ്രഗ്നന്റ് ആയിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചു. പ്രത്യേകമായിട്ട് ഈ പെന്തക്കോസ്തിയുടെ കാര്യം നമ്മൾ ഓർത്ത് മാതാവിന്റെ അധ്യക്ഷതയിൽ ശിഷ്യന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ എളിയവരും ആണെങ്കിലും നമ്മളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥന അപേക്ഷിച്ചിരുന്ന മക്കളാകുന്നു. പ്രിയ കൊച്ചുമയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഗിഫ്റ്റി, എലീഷബ, ഫേബ, ആർലിൻ, എലീന, ഗീതു, നിഷ, ക്രിസ്റ്റ, മെറിൻ ഇവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിധി, രജനി, ഡാർലി ഓർത്ത് കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന സാന്ദ്ര, സംഗീത, സരുൺ, സെലീൻ, ഷാലിനി, ഷെറൻ, ഷേബ, ഷെൽബി, ക്ഷേമ, രണ്ടുപേര്, ഷെറിൻ, ശ്വേത, സിന്ധു. അനേകം മക്കളുണ്ട്. കുറച്ചു പേരുടെ പേര് വീതമാണ് വായിക്കുന്നത്. ബാക്കി എല്ലാ മക്കളെയും ദൈവമേ കുഞ്ഞുങ്ങളെ കൊടുത്തവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന മക്കളെയും ദൈവസന്നിധി വയ്ക്കുന്നു. കുടുംബം ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിയാകുന്നല്ലോ. സിറിൽ, ബെന്നി, സോഹൻ, ഏബൽ, കാരൾ, ജെറമി, മിന്നു, ടാഷ, എലൻ, താര, മീഹ, ജെഫേഴ്സൺ, മറിയ, ടിജ, ടീന, സാറ, സൽമ, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും ദൈവസന്നിധി വയ്ക്കുന്നു. ദൈവഹിതപ്രകാരം ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നു കൊടുക്കണമെന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. ശിശുക്കളെ, ബാലപ്രായമുള്ളവര്, യൗവനപ്രായമുള്ളവര്, വൃദ്ധരായിരിക്കുന്നവര്, മരണ ആസന്നരായിരിക്കുന്നവരെ, ഹോസ്പിസ് കെയർ, പാലിയേറ്റീവ് കെയറിന്, മെഡിക്കൽ ടീമിനെ കഠിന ജോലി ചെയ്ത് ഉപജീവിക്കുന്നവർ, നാദർവിധവുമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീബാജാണച്ചൻ പറഞ്ഞ ആ സ്ഥാപനത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് അലൻ, ലേയ അവരെ പ്രത്യേകം ഓർക്കുന്നു. വാങ്ങിപ്പോയ എല്ലാ ആത്മാക്കളെ സമർപ്പിക്കുന്നു. അഭിഷിക്തരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 1-ാം മാർത്തോമ ഓർമ്മയായിരുന്നു. ഗീവർഗീസ് സഹോദരന്റെ മാധ്യസ്ഥം പ്രതിയും അപേക്ഷിക്കുന്നു. അപ്രേം റംബാച്ചനെ, ഡി മാത്യു, ടി ദാനിയൽ സാറിനെ, ബാക്കി എല്ലാ മക്കളെയും ആത്മാവിനെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട സുനു ജോയിയാണ്. സുനു ജോയി കുടുംബത്തെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുനു ജോയ് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധരുമായി സാരാംശത്തിൽ നിത്യമായി ഒന്നായിരിക്കുന്ന ത്രിയേക ദൈവമേ, അവിടത്തേക്ക് സ്തുതി. അവിടുത്തെ ദാസരുടെ മേൽ ദയയും കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അളവ് കൂടാതെ അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ ദൈവമേ, സ്തുതികൾക്ക് യോഗ്യനായുള്ളവേ, പ്രാർത്ഥന കൈക്കൊള്ളുന്നവനായുള്ളവേ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. അവിടുത്തെ മക്കളെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ആയുസ്സോടെ ആരോഗ്യത്തോടെ ഒരു വെള്ളിയാഴ്ച കൂടി അവിടുന്ന് ഞങ്ങൾക്ക് തന്നുവല്ലോ. ഞങ്ങളുടെ ഈ കൂടിവരവിനായിട്ട് അവിടുത്തെ സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച വചനത്തിനായി സ്തുതി കരേറ്റുന്നു. അവിടുത്തെ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് സന്തോഷവും ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദവുമാകണമേ. ഞങ്ങളോട് കൂടെയുള്ള അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ സംരക്ഷണം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു പിതാവേ. അവിടുത്തെ പദ്ധതികളൊക്കെയും തിന്മയ്ക്കല്ല, പകരം ഞങ്ങളുടെ നന്മയ്ക്കായിട്ടാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയെ സ്നേഹിപ്പാൻ, അവിടുത്തെ കൽപ്പനകളെ അറിയുവാൻ, അങ്ങയുടെ നല്ല സാക്ഷികളാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമായിട്ട് അവിടുന്ന് വന്നുവല്ലോ.
അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കണമേ. തിരുസന്നിധിയിൽ ഇന്ന് സമർപ്പിക്കപ്പെട്ട അവിടുത്തെ മക്കളുടെ ആവശ്യങ്ങളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ, ഞങ്ങളുടെ മനസ്സ് തകരുമ്പോൾ, ഞങ്ങളുടെ ഉറപ്പുള്ള പാറയിലേക്ക് ഞങ്ങൾ നോക്കുന്നു പിതാവേ. അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുതേ. അവിടുത്തെ മക്കളുടെ പ്രയാസമുള്ള നാളുകളിൽ അവിടുത്തെ മുഖം അവരിൽ നിന്ന് മറയ്ക്കരുതേ. എന്നാലോ അവരിലേക്ക് അങ്ങയുടെ ചെവി ചായച്ച് വേഗം അവർക്ക് ഉത്തരമല്ലണമേ. തിരുസന്നിധിയിൽ തലകളെ വണങ്ങിയിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ആണിപ്പഴുതുള്ള അവിടുത്തെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. സകല ഉപദ്രവങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും വീണ്ടുകൊള്ളണമേ. അറിവോടും അറിവുകൂടാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ചെയ്തു പോയിട്ടുള്ള സകല കുറ്റങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് അവിടുത്തോടുള്ള അനുസരണവും ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ തലമുറകളെ സമർപ്പിക്കുന്നു. അവർ ദൈവഭയത്തിൽ ജീവിപ്പാൻ കൃപ നൽകണമേ. സത്യത്തിൽ നടപ്പാൻ സഹായിക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കണമേ. അവിടുത്തെ കൃപയും സാന്നിധ്യവും അവരിൽ നിന്നും മറക്കരുതേ. ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളാകുവാൻ, ദൈവ സാന്നിധ്യം യഥാർത്ഥമാക്കുവാൻ, യേശു കർത്താവിൻ്റെ സൗഖ്യ സ്പർശനം ഏൽക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളെയും അവരെയും ശുദ്ധീകരിക്കണമേ. ശിശുക്കൾ പാലിക്കപ്പെടണമേ. വിവാഹപ്രായമെത്തിയവർക്ക് ഉത്തമ തുണകളെ നൽകി അനുഗ്രഹിക്കണമേ. കുടുംബ ബന്ധങ്ങളെ ഉറപ്പിക്കണമേ. വിധവമാരെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും ഞങ്ങൾക്കുള്ള സകലരെയും കൃപയോടെ കാത്തു പരിപാലിക്കണമേ. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് ഉദരഫലം നൽകി അനുഗ്രഹിക്കണമേ. അനാഥരെ പരിപാലിക്കണമേ. കഠിന പരീക്ഷകളിലായിരിക്കുന്ന മക്കൾക്ക് ബലം നൽകണമേ. വിലാപഭവനങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും അടിയങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും ഈ സമയം ഓർക്കുന്നു. കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ സഭയെ സമർപ്പിക്കുന്നു. അവിടുത്തെ സ്ലീബായാൽ അതിനെ മുദ്രയിട്ട് സംരക്ഷിക്കണമേ. നിരപ്പ് സമാധാനവും ഐക്യതയും സഭയിൽ വാഴണമേ. അവിടുത്തെ സത്യപ്രകാശം അതിൽ ശോഭയോടെ വിളങ്ങണമേ. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. സഭയിലുള്ള മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും അനുഗ്രഹിക്കണമേ. അടിയങ്ങളുടെ ഭദ്രാസനത്തെയും അത് നയിക്കുന്ന അഭിവന്യ പിതാവിനെയും ഇതിലെ എല്ലാ ഇടവകളെയും അവയെ നയിക്കുന്ന അഭിഷിക്തന്മാരെയും സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ കൂടെയിരിക്കണമേ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതൃദേശത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. ലോകസമാധാനം പകരണമേ. യുദ്ധമുഖത്തായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. കാത്തു പരിപാലിക്കണമേ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അഭിവന്യ പിതാവ് പ്രാർത്ഥിച്ചതുപോലെ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയും ധൈര്യവും നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ സമാധാനവും ശാന്തിയും ലോകത്തിന് നൽകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ സ്വർഗീയ ഉർശലേമിൽ അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും മടിയിൽ പാർപ്പിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും സഹോദരന്മാരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. പ്രത്യേകിച്ച് ഗീവർഗീസ് സഹദായുടെ ഓർമ്മ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ ആ വിശുദ്ധ സഹദായുടെ പ്രാർത്ഥനാ സ്ഥിരതയും ദൈവവിശ്വാസവും പ്രതിസന്ധികളിലുള്ള ബലവും ഞങ്ങളിലും പകരണമേ. മഹത്വവും മാനവും എപ്പോഴും അവിടുത്തേക്ക്. ഞങ്ങളുടെ മേലുള്ള സർവ്വകൃപകൾക്കും വേണ്ടി അവിടുത്തെയും അവിടുത്തെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായെയും ഞങ്ങൾ സ്തോത്രം ചെയ്തു വന്ദിക്കുന്നു. ആമേൻ. ആശീർവാദം. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരും കൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Thank you, Auntie. First and foremost, all thanks and praise be to our Lord and our God, through whom all things were made possible, and for bringing us together in this beautiful time of fellowship with Him, with one another, in this time of instruction. Thank you to our Tirumeni, His Grace, Dr. Thomas Mar Vanius, Metropolitan, Diocese of Southwest America. Thank you to Tirumeni for his spiritual leadership, his continuous guidance and support, and this beautiful message today of peace and comfort to our hearts. Thank you to A.B. Achan, Reverend Father A.B. Abraham, Vicar of St. Thomas Orthodox Church, Pompano Beach, Florida, and Vice President of DSWA MMVS. While Achan couldn't join us today, we remain grateful, Achan, for your leadership and spiritual guidance. Thank you to you, Reverend Father George Daniel Achan, Vicar of St. Thomas Orthodox Church, Atlanta. Thank you, Achan, for officiating today, and your words and your prayers and your spiritual leadership. Thank you, Achan, Reverend Father Sleva John, Director of St. Gregorio's Missionary Center in Thoothukudi. Achan, thank you for your inspiring work and your thoughtful and gracious devotional message.
Thank you to Jay Kachin, Reverend Father Jay Kurian, Vicar, St. Stephen Orthodox Church, Houston, and Vice President of MMBS Houston South Region. While Achin is not able to be here, thank you, Achin, for your continued leadership and your constant support and guidance in all of our efforts. Thank you, Auntie Elizabeth Taragan, Auntie, for your efforts in coordinating as our prayer coordinator. Thank you to our diocesan MMVS office bearers, Shini Kurian Lijo, General Secretary, DSWA MMVS, and Sheena Punnus, Treasurer, DSWA MMVS. Thank you to all of the volunteers today who made the time for Bible readings, for songs, and for intercessory prayers. And thank you to each and every one of you who are on the call today for your time, for your prayers, and your participation. I pray that the love that our Lord has for us continue to comfort us, give us peace, and gladden our hearts always. Amen. Thank you.